ഓ, ഇരിക്കണ കണ്ടില്ലേ? എടാ, നിനക്ക് സ്വന്തമായിട്ട് നിന്റെ ഡ്രസ്സെങ്കിലും ഒന്ന് കഴുകിയിട്ടൂടാടാ? അതെങ്ങനെയാ? ഇട്ട ജെട്ടി വരെ പെറ്റതള്ള കഴുകി കൊടുക്കണം. ഇനി നീയൊക്കെ എന്ന് നന്നാവാനാടാ? എന്റെ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഏതു നേരവും എന്നെ കുറ്റം പറഞ്ഞാലും അമ്മയ്ക്ക് സമാധാനാവത്തുള്ളോ? ഓ, ഞാനിപ്പൊ പറയണതാണല്ലോ കുറ്റം. എടാ, നിനക്കിപ്പൊ എത്ര വയസ്സായി? കഴിഞ്ഞ മാസം 12-ാം തീയതി 24 വയസ്സ് തികഞ്ഞു. നിന്റെ കൂടെ പഠിച്ചതല്ലേ അരുണും മനുവും? അവർക്കൊക്കെ ഇപ്പൊ ജോലിയായി. നീ മാത്രം ഇങ്ങനെ ഈ നാട്ടിൽ കൂടെ തെണ്ടി തിരിഞ്ഞു അങ്ങ് നടന്നു, അച്ഛനെ അമ്മേനെ മുടിപ്പിക്കാനായിട്ട്. എന്റെ അമ്മേ, ഞാൻ ജോലിക്ക് പോവാത്തത് എന്തുകൊണ്ടെന്നാണ് അമ്മയുടെ വിചാരം? അമ്മയുടെ മോന് ബുദ്ധി ഇല്ലാത്തോണ്ടോ, അതോ കഴിവില്ലാത്തോണ്ടോ? ഇതൊന്നുമല്ല. ഞാൻ ജോലിക്ക് പോയ എന്റെ അമ്മയ്ക്ക് ആരുണ്ട്? ഇപ്പൊ കുറുവാ സംഘമൊക്കെ ഇറങ്ങുന്ന കാലോ, അമ്മയ്ക്ക് അറിയാലോ. അമ്മയുടെ കയ്യിലും കഴുത്തേലൊക്കെ ആണെങ്കിൽ നിറച്ചു സ്വർണ്ണം. അയ്യോ, ഈ വീട്ടിൽ എന്റെ അമ്മേനെ തനിച്ചിട്ടിട്ട് പോകാനൊന്നും എനിക്ക് പറ്റൂല. അമ്മയ്ക്ക് ഈ മോൻ കാവലിരിക്കുകയാണെന്നേ. ഓ, എന്റെ ദൈവമേ, ഇതിലും ഭേദം കുറുവാ സംഘം തലക്കടിച്ചങ്ങ് കൊല്ലണമായിരുന്നു. പോത്ത് പോലെ വളർച്ച മാത്രമേ ഉള്ളൂ, ഇതിന്റെ അകത്ത് ലേശം പിണ്ണാക്ക് കൂടിപ്പോയി. അതങ്ങനെ തന്തയുടെ അല്ലേ വിത്ത്, ഇങ്ങനെ വന്നില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ. അമ്മയൊന്നും മിണ്ടാതിരിക്കമ്മേ. ഇന്നല്ലെങ്കിൽ നാളെ അമ്മയുടെ മോനൊരു ലോട്ടറി അടിക്കും. അതിനെ ആദ്യം മോൻ ലോട്ടറി എടുക്കണം. അതെങ്ങനെയാ? ഇട്ട നിക്കറിന് ഓട്ട വന്നിട്ട് അത് തുന്നാൻ നൂല് മേടിക്കാൻ പോലും നിന്റെ കയ്യിൽ കാശില്ലാത്തവനൊക്കെയാണ് ഇനി ലോട്ടറി എടുക്കാൻ പോണത്. എന്നിട്ട് പോടാ. അമ്മ കളിയാക്കൊന്നും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ രക്ഷപ്പെടും. ഉവ്വ, കണ്ടാ മതി. അമ്മ പറയണതിലും കാര്യമുണ്ട്. ഇങ്ങനെയൊന്നും നടന്നാൽ ഞാൻ ഒരു കാലത്തും നന്നാവാൻ പോണില്ല. എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കണം. പക്ഷെ എങ്ങനെ? അവിടെ എന്തോ ഒരു കുപ്പി ഇരിക്കുന്നേ. ഇതെന്താ ഇത്? മോതിരമല്ലേ? ഓ, ഇതിനകത്ത് നിറയെ ചെളിയാണല്ലോ. ഇതെവിടെ നീ സൗണ്ട്? നീ ഏതാ? നീ ആരാ? പേടിക്കണ്ട ഹുസൂർ. ഹുസൂറോ? ഏത് ഹുസൂറ്? നീ എന്തിനാ എന്നെ ഹുസൂർ എന്നൊക്കെ വിളിക്കുന്നേ? അങ്ങനെ ഹുസൂറാണ്. എന്നെ മോചിപ്പിച്ചത് ഹുസൂറാണ്. നിന്നെ ഞാൻ മോചിപ്പിച്ചെന്നോ? നീ എന്തൊക്കെയാടേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ ഹുസൂർ, 1000 വർഷങ്ങളായിട്ട് ഞാൻ ഈ കുപ്പിയിൽ ബന്ധിതനായിരുന്നു. ഏതെങ്കിലും ഒരു മണ്ടൻ വന്നെന്നെ മോചിപ്പിക്കുമെന്നായിരുന്നു ശാപം. അതിപ്പോ വലിച്ചു. ഇനി ഹുസൂർ എന്റെ യജമാനനും ഞാൻ ഹുസൂറിന്റെ അടിമയുമാണ്. അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ഞാൻ ഇനി സ്വപ്നം കാണുവാണോ? ഹുസൂർ ആ കയ്യൊന്ന് നീട്ടേ. എന്തിന്? നീട്ട്. അയ്യോ, നീ എന്തിനാടാ എന്നെ നുള്ളിയത്? ഇത് സ്വപ്നമല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഹുസൂർ? അതൊക്കെ പോട്ടെ, നിന്റെ പേരെന്താ? എന്റെ പേരാണ് കുട്ടൂസൻ. ഞാൻ ചാത്തന്മാരുടെ വർഗത്തിൽപ്പെട്ടതാ. എല്ലാവരും എന്നെ കുട്ടൂസ കുട്ടൂസാന്ന് വിളിക്കും. ഹുസൂർ എന്നെ കുട്ടൂസാന്ന് വിളിച്ചോ? ഞാൻ എന്തു പറഞ്ഞാലും നീ കേക്കൂ? സംശയം എന്താ? എന്റെ ഹുസൂർ പറയുന്നത് മാത്രമേ ഞാൻ അനുസരിക്കൂ. എങ്കിൽ നീ പറയണതൊക്കെ സത്യമാണോന്ന് എനിക്കൊന്ന് പരീക്ഷിക്കണം. എന്താണെങ്കിലും പറഞ്ഞോളൂ ഹുസൂർ. നീ ഒന്ന് ചാടിക്കേ. ആ, മതി മതി. ഇനി ഒന്ന് റൗണ്ട് ചുറ്റൊന്ന് ഓടിക്കേ. ഇപ്പൊ വിശ്വാസമായോ ഹുസൂർ? ആ, മതി മതി മതി. അപ്പൊ എനിക്ക് മാത്രമേ നിന്നെ കാണാൻ പറ്റത്തുള്ളൂ? പിന്നെ ഹുസൂറെ, ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ മോതിരം കയ്യിലിട്ട് 3 തവണ തടവി കുട്ടൂസ കുട്ടൂസ കുട്ടൂസാന്ന് വിളിച്ച ഞാൻ അപ്പ തന്നെ ഫ്രണ്ടിൽ വരും. അപ്പോ ഞാൻ എന്തു പറഞ്ഞാലും നീ അനുസരിക്കും? അതെ ഹുസൂർ. കൊള്ളാലോ ഈ കളി. ബാ, നമുക്ക് എന്റെ വീട്ടിലോട്ട് പോവാം. ഓക്കെ ഹുസൂർ. അമ്മേ, അമ്മേ, എന്താണ് കിടന്ന് അലറുന്നത്? അമ്മയുടെ മോന് ലോട്ടറി അടിച്ചമ്മേ. ലോട്ടറിയോ? എന്ത് ലോട്ടറി? നീ എന്താണ് കിടന്ന് പിച്ചും പേയും പറയുന്നത്? ഞാൻ സത്യമേ പറഞ്ഞത്. പക്ഷെ ഇത് അമ്മ വിചാരിക്കുന്ന പോലത്തെ ഒരു ലോട്ടറി അല്ല. നീ തെളിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാവണില്ല. അമ്മേ, ഇവനാണ് കുട്ടൂസൻ. എനിക്ക് കുപ്പിന്ന് കിട്ടിയതാ. യവൻ? ഏത് കുട്ടൂസൻ? അമ്മയ്ക്ക് എന്താ കണ്ണു കണ്ടൂടെ? എന്റെ അടുത്ത് നിൽക്കുന്ന കുട്ടൂസനെ കണ്ടില്ലേ? ഇത്ര നാളെ ഇതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അതും കൂടെ പൂർത്തിയായിട്ടുണ്ട്. അയ്യോ, എന്റെ മോന് ഭ്രാന്ത് പിടിച്ചേ. ഹുസൂർ, മോതിരം ഇട്ടാ മാത്രമേ അമ്മയ്ക്ക് എന്നെ കാണാൻ കഴിയൂ. ഓ, ഞാനത് മറന്നു. അമ്മ ഈ മോതിരം കണ്ടോ? അമ്മ ഈ മോതിരം ഒന്നിട്ടെ. എവിടെ നടാ ഈ മോതിരം? എവിടെ നീ മോതിരം അടിച്ചു മാറ്റിക്കൊണ്ട് വന്നത്?
എന്റെ അമ്മ ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതൊന്നുമല്ല. എനിക്ക് കുപ്പീന്ന് കിട്ടിയതാ. കുപ്പിയോ? ഏത് കുപ്പി? അമ്മ ആദ്യം ഒന്ന് ആ മോതിരം ഒന്ന് കയ്യിലോട്ടിട്. അയ്യോ, ഇതാരാ? ഇതാണമ്മേ ഞാൻ പറഞ്ഞ കുട്ടൂസൻ. കുട്ടൂസനോ? അതെ അമ്മേ, ഇനി ഇവനും കൂടെ നമ്മുടെ കൂടെ കാണും. നിനക്ക് ചെലവിന് തരുന്നതും പോരായിട്ട് ഞാൻ ഇനി ഇവനും കൂടെ ചെലവിന് കൊടുക്കണോ? എന്റെ അമ്മ ഇവന് ചെലവിനൊന്നും കൊടുക്കണ്ട. ഇവനെ മനുഷ്യനല്ല, ചാത്തനാ ചാത്തൻ. ഞാൻ എന്ത് പറഞ്ഞാലും ഇവൻ അനുസരിക്കും. അമ്മ ഇനി ഈ വീട്ടിലെ ജോലിയൊന്നും ചെയ്യണ്ട, എല്ലാം ഇവൻ ചെയ്തോളും. ഉള്ളതാണോടാ ഇതൊക്കെ? അതെ അമ്മേ, ഇപ്പൊ അമ്മയുടെ കയ്യിലല്ലേ മോതിരം ഉള്ളത്. അപ്പൊ അമ്മ എന്ത് പറഞ്ഞാലും ഇവൻ അനുസരിക്കും. ആണോടാ കുട്ടൂസ? ഞാൻ പറയണതൊക്കെ നീ കേക്കുവോ? എന്ത് പറഞ്ഞാലും അനുസരിക്കും ഹുസൂറിന്റെ അമ്മേ. എങ്കിൽ നീ ചെന്നേ വേഗം ഈ വീട് മൊത്തം തൂത്ത് വൃത്തിയാക്ക്. ശരി ഹുസൂറിന്റെ അമ്മേ. തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതം? അല്ലേലും ശരിയാണല്ലോ, ഞാൻ കുപ്പിന്ന് വന്ന ഭൂതമാണല്ലോ. അയ്യോ, പണി ചെയ്തെന്റെ നടു ഒടിഞ്ഞു. ഇതിലും ഭേദം കുപ്പിയുടെ അകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. അതിനകത്തിരുന്ന് സുഖമായിട്ട് കിടന്നെങ്കിലും ഉറങ്ങായിരുന്നു. ഒരു നേരെ റെസ്റ്റ് വരുന്നില്ല പണ്ടാരത്തുള്ള. അയ്യോ.